എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒപ്പം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ചിത്രം ഉടൻ തന്നെ വ്യക്തമാകും. മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. KM അഷ്റഫ് പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് UDFന് ആശ്വാസമായത്. UDFന്റെ സമ്മർദ്ദത്താലാണ് പത്രിക പിൻവലിച്ചത്. കുട്ടനാട്ടിൽ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പത്രിക പിൻവലിച്ചതോടെ വിമത നീക്കത്തിൽ UDFന് അവിടെയും ആശ്വാസമായി. കോട്ടയ്ക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്രനായി മത്സരിക്കില്ലെന്ന് NA മുഹമ്മദ് കുട്ടി അറിയിച്ചു. തൃശൂരിൽ കോൺഗ്രസ് വിമതൻ പത്രിക പിൻവലിച്ചു. അങ്ങനെ മിക്കയിടത്തും UDFന് വിമതരെ പിന്തിരിപ്പിക്കാനായി എന്ന ഒരാശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണിന്റെ അപരൻ S ജോൺ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അവിടെയും ആശ്വാസമാണപ്പോൾ. തളിപ്പറമ്പിൽ കോൺഗ്രസിന് പക്ഷേ തിരിച്ചടി തന്നെയാണ്. വിമതൻ രംഗത്തുണ്ടാകും എന്നത് ഉറപ്പാണ്. കോയം ജനാർദ്ദനൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ കോയം ജനാർദ്ദനൻ ഉറച്ചു നിൽക്കുകയാണ്. ബേപ്പൂരിൽ PV അൻവറിന് 4 അപരന്മാരുണ്ട്. G സുധാകരന് തെങ്ങും തോപ്പാണ് ചിഹ്നം അനുവദിച്ചിരിക്കുന്നത്. PV അൻവർ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ മത്സരിക്കും. കോവളം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഭഗത് റൂഫസിന് ചിഹ്നം മുന്തിരിയാണ്. അഹമ്മദ് ദേവർകോവിലിന് അനുവദിച്ചത് ബക്കറ്റ് ചിഹ്നമാണ്. തിരുവനന്തപുരത്തിന് ഒപ്പം സാരംഗ് വിവരങ്ങളുമായി ചേരും. ഒപ്പം നമുക്കൊപ്പം ഇപ്പോൾ MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. അനീഷ്, തെരഞ്ഞെടുപ്പ് ചിത്രമായിരിക്കുന്നു എങ്കിൽ പോലും അവസാന കാഴ്ച എന്താണ് എന്നത് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. 985 സ്ഥാനാർത്ഥികൾ 140 മണ്ഡലങ്ങളിലായി ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. അതിൽ വലിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലയിടത്തും വിമതരെ അനുനയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രേണുക, ഈ പത്രികാ സമർപ്പണവും പിന്നീട് സൂക്ഷ്മ പരിശോധനയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസമാണ് ഈ വിമത ഭീഷണിയും ഒപ്പം സ്വതന്ത്രരായി മത്സരിക്കുന്നവർക്ക് ചിഹ്നങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെയുള്ള ഏറ്റവും നിർണായകമായ ദിവസം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും വ്യക്തമാവുക ഈ പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിഞ്ഞാവും. എന്തായാലും പലയിടങ്ങളിലും അപരന്മാർ ഒഴിവായിരിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ ചിഹ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും പ്രധാന എതിർപ്പ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് വടകര മണ്ഡലത്തിലെ KK രമതനെയാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഫുട്ബോൾ ചിഹ്നത്തിലായിരുന്നു. ഒപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിനിധികൾ മത്സരിച്ചതും വിജയിച്ചതും ഈ ഫുട്ബോൾ ചിഹ്നത്തിൽ തന്നെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫുട്ബോൾ ചിഹ്നം മരവിപ്പിക്കുകയും ഇക്കാര്യം പാർട്ടിയെ അറിയിക്കാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഇത്തവണ ടെലിവിഷൻ ചിഹ്നമാണ് KK രമയ്ക്ക് വടകരയിൽ മത്സരത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണവുമായി RMP ഇതിനകം രംഗത്തെത്തിയിരിക്കുന്നു. കാരണം ഇതിന് തൊട്ടു മുമ്പ് പോലും ചിഹ്നം മാറ്റുന്നത് സംബന്ധിച്ച ഒരു കാര്യം അറിയിച്ചില്ല. പാർട്ടിക്ക് MLA വരെയുള്ള ഒരു പാർട്ടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം അഹമ്മദ് ദേവർകോവിൽ ചോദിച്ചത് ഗ്ലാസ് ചിഹ്നമാണ്, എന്നാൽ ലഭിച്ചത് ബക്കറ്റ് ചിഹ്നമാണ് എന്ന പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഒപ്പം AK ശശീന്ദ്രനാണ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. അദ്ദേഹത്തിന് കാഹളം മുഴക്കുന്ന ആൾ എന്ന ചിഹ്നമാണ്. NCPയുടെ സ്ഥാനാർത്ഥിയായി അജിത് പവാർ പക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉള്ളതിനാൽ ക്ലോക്ക് ചിഹ്നം അദ്ദേഹത്തിന് നഷ്ടമാവും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ എലത്തൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് ഈ ക്ലോക്ക് ചിഹ്നത്തിലാണ്. അദ്ദേഹത്തിന് ആ ചിഹ്നം നഷ്ടമാവുന്നു. അൻവർ, ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ബേപ്പൂരിൽ 2 സ്ഥാനാർത്ഥികൾക്കും അപരന്മാരുണ്ട്. ഇതിൽ അൻവർ ടിപ്പർ, ബക്കറ്റ്, ഗ്യാസ് സിലിണ്ടർ എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിൽ ഗ്യാസ് സിലിണ്ടർ എന്ന ചിഹ്നമാണ് അൻവറിന് നൽകിയിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അൻവർ ഇപ്പോൾ തൃപ്തനാണ് എന്നാണ് നയവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് ഈ പാചകവാതക വിതരണവുമായൊക്കെയാണ്. അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ ചിഹ്നം ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ സഹായമാവും എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത്. അൻവർ PV, അൻവർ അലി ഹസൻ, അൻവർ K, അൻവർ KP എന്നിങ്ങനെ 4 അപരന്മാർ അദ്ദേഹത്തിനെതിരെ മത്സരരംഗത്ത് അടിയുറച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. മുഹമ്മദ് റിയാസ് PC എന്നയാളാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി മത്സരരംഗത്തുള്ളത്. അദ്ദേഹവും ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം G സുധാകരൻ അമ്പലപ്പുഴയിലാണ് ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ CPM
നിന്നും പുറത്തിറങ്ങി സ്വതന്ത്രനായി മത്സരിക്കുന്ന UDFിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ജി സുധാകരന് തെങ്ങുംതോപ്പാണ് ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നത്. കോവളം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഫഹദ് റൂഫസിന് മുന്തിരി ചിഹ്നം അനുവദിച്ചിരിക്കുന്നു. ഒപ്പം ഈ പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ടായവർ പിന്മാറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടനാടിൽ DCC വൈസ് പ്രസിഡന്റായിരുന്ന സജി ജോസഫ് പത്രിക പിൻവലിച്ചത്. അതോടെ UDFിന് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. കുട്ടനാട് മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. കുട്ടനാട്ടിൽ മാത്രമല്ല സമീപ സ്ഥലങ്ങളിൽ കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടുകൾ മാറ്റാൻ സാധിക്കുമായിരുന്ന നേതാവാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വസിക്കാം. ഒപ്പം ഏറ്റവും വലിയ ഒരു അഭ്യൂഹങ്ങൾ നിലനിന്ന അല്ലെങ്കിൽ ആകാംക്ഷയിൽ നിന്നൊരു സ്ഥലമാണ് മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥി. അവിടെ KM അഷ്റഫ് പത്രിക പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹം പത്രിക പിൻവലിക്കണമെന്ന് പലയിടങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ആവശ്യപ്പെടുന്നു. പല ഇടത്തു നിന്നുള്ള സമ്മർദ്ദം വരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾ വളരെ ഗൗരവമായി നടന്ന ഒരിടമാണ്. എന്തായാലും അവിടെ നിന്നും KM അഷ്റഫ് പത്രിക പിൻവലിച്ചിരിക്കുന്നുവെന്ന ആശ്വാസ വാർത്ത UDF ക്യാമ്പിനും മറ്റും ഏറെ സന്തോഷം പകരുന്നതാണ്. ഒപ്പം കോട്ടയ്ക്കൽ തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്ന് എന്നെ മുഹമ്മദ് കുട്ടി അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒപ്പം കോൺഗ്രസ് വിമതൻ പത്രിക പിൻവലിച്ചിരിക്കുന്നു എന്ന ആശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് CPJ ഉണ്ട്. തളിപ്പറമ്പിൽ ഒഴികെ മറ്റിടങ്ങളിൽ വിമത ഭീഷണി UDFിന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ടോ? അത്രയും വ്യക്തത ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തളിപ്പറമ്പിൽ പക്ഷേ വിമതൻ രംഗത്തുണ്ടാകും. കൊയ്യം ജനാർദ്ദനനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലേ? തീർച്ചയായും ഈ തളിപ്പറമ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തുടരുന്നത്. കൊയ്യം ജനാർദ്ദനൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ ഇനിയും തയ്യാറായിട്ടില്ല. പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോമുലകളുമായി നേതൃത്വമൊക്കെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. നമുക്കറിയാം അസാധാരണമായ ഒരു രാഷ്ട്രീയ ചിത്രം ഇത്തവണ നിലനിൽക്കുന്ന സ്ഥലമാണ് കണ്ണൂരിൽ. CPMനോട് എക്കാലവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും പരിചയസമ്പന്നരായ നേതാക്കൾ മറുവശത്തേക്ക് ചായുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ തന്നെയാണ് പാർട്ടിക്ക് വളരെയേറെ ഉത്തരം പറയേണ്ടി വന്ന സ്ഥാനാർത്ഥികൾ, ശ്യാമൾ ടീച്ചർ പോലെയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അത്തരമൊരു മത്സരം നടക്കുന്ന ഇടത്ത് 100 വോട്ടുകൾ പോലും ഭിന്നിച്ചു പോയാൽ അത് വലിയ നഷ്ടമാണ് എന്ന് UDF കണക്കാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അവിടെ അദ്ദേഹത്തെ ഇപ്പോഴും അനുനയിപ്പിക്കാൻ പറ്റിയില്ല എന്നത് അവരുടെ സാധ്യതകൾക്കൊരു തിരിച്ചടി ആവും എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം പതിവായി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സീറ്റ് കിട്ടാത്തവരൊക്കെ പത്രിക സമർപ്പിക്കും. പിന്നീട് ഒരുപക്ഷെ നേതൃത്വവുമായുള്ള ചർച്ചകൾക്കൊടുവിൽ ഒത്തുതീർപ്പ് എന്ന രീതിയിൽ ഒരുപക്ഷെ സൂക്ഷ്മ പരിശോധന സമയത്തൊക്കെ താല്പര്യം കാണിക്കാതിരിക്കും. പിന്നീട് അവിടെ നിന്നും സമ്മർദ്ദം കൂടുതൽ ആക്കിയാൽ മറ്റ് സ്ഥാനമാനങ്ങളോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പൊക്കെ ലഭിച്ചാൽ ഈ പത്രിക പിൻവലിക്കുന്ന ദിവസം പത്രിക പിൻവലിച്ച് മത്സരരംഗത്ത് നിന്ന് മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുവരെയുള്ള നടപടികളിൽ അച്ചടക്ക നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും ചെയ്യാറില്ല. കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്ന പാർട്ടി എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞിട്ടും പത്രിക പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സരരംഗത്തു നിന്നും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ചിഹ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ചിഹ്നം. ഇപ്പോൾ നമുക്ക് ഈ എലത്തൂരിലെ ചിഹ്നത്തെ തന്നെ പരിശോധിച്ചാൽ 10-15 വർഷമായി NCP മത്സരിക്കുന്ന സീറ്റ്, ക്ലോക്ക് ചിഹ്നത്തിൽ AK ശശീന്ദ്രൻ മത്സരിക്കുന്ന സീറ്റ്, അവിടെ NCP എന്ന പേരിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, NCPക്ക് ഒരു ചിഹ്നവുമുണ്ട്. അതുകൊണ്ട് അത് വലിയ ഒരു ആശയക്കുഴപ്പം വോട്ടർമാർക്കിടയിൽ ചിത്രീകരിക്കും. കാര്യമായ ഒരു വിദ്യാഭ്യാസം തന്നെ നൽകേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച KK രവിക്കും വലിയൊരു ആശയക്കുഴപ്പം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഫുട്ബോൾ ചിഹ്നം വടകരയിലൊക്കെ ഈ RMPയുടെ പേരിൽ ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു പുത്തൻ ചിഹ്നത്തിൽ KK രമ മത്സരിക്കേണ്ടി വരുന്നത്. എന്തായാലും മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമാകുന്നു. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ, കൂടുതൽ പിൻവലിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ ഇനിയും വരും നിമിഷങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. എടുക്കാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മത്സര ചിത്രം ഇതാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 985 പേരാണ് നേരത്തെ 140 മണ്ഡലങ്ങളിലായി ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിലവിലുണ്ടായിരുന്നത്. അവരിൽ ഇനി എത്ര പേർ എന്ന ഒരു കാര്യമാണ് കൃത്യമായി അറിയേണ്ടത്. ആ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം നേരത്തെ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്.
അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നത് പലയിടങ്ങളിലും UDF-ന് വിമത ഭീഷണി മാറിയിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. പക്ഷേ തളിപ്പറമ്പിൽ ഇപ്പോഴും വിമതൻ രംഗത്ത് തന്നെയുണ്ട്. വിമതനായി നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്ന ഭീഷണിയൊക്കെ കോൺഗ്രസ് ഉയർത്തിയിരുന്നതാണ്. എന്തായാലും അത് പിന്മാറിയിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്നാൽ മറ്റിടങ്ങളിലെ കുട്ടനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വിമത ഭീഷണി ഒഴിഞ്ഞിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. MS അനീഷ് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. PV അൻവർ ഉൾപ്പെടെയുള്ളവർക്ക് വിമത ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണിന്റെ അപരൻ S ജോൺ പത്രിക പിൻവലിച്ചത് CP ജോണിനെ സംബന്ധിച്ച് എന്തായാലും ആശ്വാസമായിട്ടുണ്ട്. തളിപ്പറമ്പിൽ പക്ഷേ UDF-നെ സംബന്ധിച്ച് വിമത ഭീഷണി തുടരുന്നു എന്നതാണ് സാഹചര്യം. G സുധാകരൻ തെങ്ങുംതോപ്പിൽ മത്സരിക്കും. തെങ്ങുംതോപ്പാണ് G സുധാകരന്റെ ചിഹ്നം. ആ ചിഹ്നത്തിലായിരിക്കും G സുധാകരൻ മത്സരിക്കുക. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച G സുധാകരൻ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുമ്പോൾ തെങ്ങുംതോപ്പാണ് G സുധാകരന്റെ ചിഹ്നം. PV അൻവർ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജലീലിന് ലോറി ചിഹ്നം അനുവദിച്ചിരിക്കുന്നു എന്ന ഇതും കൂടി അറിയുകയാണ്. ലോറി ചിഹ്നത്തിലാണ് ജലീൽ മത്സരിക്കുന്നത്. എന്തായാലും മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഡീൽ വിഷയമാണ്. അത് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് ആ വിഷയത്തിലേക്ക് ആദ്യം തന്നെ ശ്രദ്ധ തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കവെയാണ് CJP ആരോപണം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി എത്തിയതിന് പിന്നാലെയാണ് VD സതീശൻ ഡീൽ ആരോപണവുമായി രംഗത്ത് വന്നത്. 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഓരോ നേതാക്കളും ആ വിഷയം ഏറ്റെടുക്കുകയും അതിൽ സംസാരമാവുകയും ചെയ്തു. ആരോപണം പ്രത്യാരോപണങ്ങളായി. അങ്ങനെ ഡീൽ ആരോപണം കത്തിപ്പടരുമ്പോൾ ഇന്നലെ കോഴിക്കോട്ടെ റാലിയിൽ രാഹുൽ വീണ്ടും ആരോപണം ആവർത്തിച്ചു. ആ ആരോപണം CPM BJP ബന്ധമായിരുന്നു. രാഹുൽ ഗാന്ധിക്കും ഈ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്കും ഒപ്പം VD സതീശനും മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തുന്നത് കണ്ടു. അതോടുകൂടി വിഷയം കൂടുതൽ കത്തിപ്പടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ VD സതീശനും മുഖ്യമന്ത്രിയും തന്നെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക്, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് ഈ ഡീൽ വിവാദം വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. BJPയും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം പോലും ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നില്ല എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. കള്ളക്കേസുകളെടുത്ത് എതിർപക്ഷത്തെ നിശബ്ദമാക്കാനാണ് എപ്പോഴും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ 40ഓളം കേസുകൾ ഉണ്ട്. 5 ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ചോദ്യം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ റാലിയിൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധി. BJPയോട് സന്ധി ചെയ്യാതെ പോരാടുന്ന നേതാക്കൾ വേട്ടയാടപ്പെടുമ്പോൾ പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസുകൾ അന്വേഷിക്കാത്തത് മാത്രം വിലയിരുത്തിയാൽ BJPയും CPM-ഉം തമ്മിലുള്ള ബന്ധം മനസ്സിലാകുമെന്നും രാഹുൽ ഗാന്ധി ഇന്നലെ വലിയ രീതിയിൽ ഈ ഡീൽ ആരോപണത്തിന് ശക്തി പകർന്നുകൊണ്ട് അഭിപ്രായപ്പെട്ടു. The central fight in the Kerala election. Are we going to empower and free the spirit of Kerala? Only two parties fighting in Kerala. One is the UDF alliance and the other is the partnership between the BJP and the LDF. The LDF and their hidden partner, the BJP, divide people, crush people's dreams. And the policies of the LDF simply cannot be differentiated from the policies of the BJP. I have almost 40 cases against me. I've been interrogated 5 days in a row by the Enforcement Directorate. And the BJP attacks me every second of every day. Why does the BJP not attack the Chief Minister of Kerala? Why are the corruption cases against the Chief Minister not going anywhere? Of collusion between the BJP and the LDF.
CPM BJP ഡീൽ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. അഖിലേന്ത്യാ നേതാവാണെങ്കിലും രാഹുലിന് സാധാരണ പ്രാദേശിക നേതാവിന്റെ കാര്യവിവരം പോലും ഇല്ല എന്നതാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഒരു കാര്യവും നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കാറില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പോൾ BJPയുടെ ബി ടീമായി മാറിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മാത്രവുമല്ല, ഡീൽ എന്നത് കോൺഗ്രസിന്റെ ശീലമാണ് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പാരമ്പര്യമായി ഡീൽ നടത്തിയിരുന്നത് അവരാണെന്ന് ഈ കോലീബി സഖ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയത്. നമുക്കറിയാം, രാഹുലിനെ ആദ്യകാലത്തൊക്കെ പപ്പു എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ യാതൊരു പക്വതയും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന തരത്തിൽ ആ വാക്ക് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. ആ രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശനം. ഇപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJPയുമായി യോജിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ, ആ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും സഹായിക്കാൻ BJPയുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞില്ലേ? രണ്ടു കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ചു നോക്കി, ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFനെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. എന്നാൽ ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പിണറായിക്ക് 90 ഡിഗ്രി കുനിഞ്ഞുള്ള വിധേയത്വം എന്നതാണ് VD സതീശൻ ആരോപിച്ചത്. മോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നായിരുന്നു VD സതീശന്റെ ഇതിനോടുള്ള മറുപടി. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചുവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോ വലിയ രീതിയിലുള്ള കൊണ്ടും കൊടുത്തുമുള്ള പോരാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഈ ഏറ്റവും പ്രചരണം ഉച്ചസ്ഥായിയിലാകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി കോംപ്രമൈസ്ഡ് മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെയും പ്രതികരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമങ്ങൾക്ക് മുൻപിലും പറഞ്ഞ ഈ ആരോപണങ്ങൾക്ക് പുറമേ തന്നെ പിന്നീട് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ 2006 പരവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീലായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ഉന്നയിച്ചു. അത് VD സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ഈ പരിപാടിയെപ്പറ്റി ചോദിക്കുമ്പോൾ 2013 മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്ഥിരമായി രക്ഷപ്പെടുകയാണ് VD സതീശൻ ചെയ്യാറെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2006 ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ
വി.ഡി. സതീശന്റെ മറുപടി എന്താണെന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. RSSന്റെ രണ്ടാം സർസംഘചാലകും ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നയാളുമായ ഗോൾവാൾക്കറെ പൂവിട്ട് പൂജിക്കാൻ വി.ഡി. സതീശൻ കണ്ടെത്തിയ സമയവും പ്രധാനമാണ് എന്ന് മറ്റൊരാരോപണം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ്. അത് 2006 ഫെബ്രുവരിയിലായിരുന്നു ഈ പറവൂർ മനക്കപ്പടി സ്കൂളിൽ ഈ പരിപാടി നടന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപായിരുന്നു ഈ പരിപാടി നടക്കുന്നത്. 2001ലെയും 2006ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് 2022ലാണ്. ഈ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കറിന്റെ ഫോട്ടോയിൽ നടത്തിയ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. 2006ൽ പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം എന്നതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതായത് BJPയുമായുള്ള ബന്ധം പ്രധാന ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ ആരോപണ വിധേയനാക്കുകയാണ് മുഖ്യമന്ത്രി ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തത്. അത് നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്ന ആരോപണമാണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരോപണം അത് അവർ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു എന്ന ആരോപണവും ഈ സംഭവം നടന്ന ദിവസവും കോർത്തിണക്കിക്കൊണ്ട് അതിൽ സംശയം ഉന്നയിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വന്ന് അത് വലിയ വാർത്തയാകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ വി.ഡി. സതീശൻ മറുപടിയുമായി എത്തുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയായിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത്. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുമുള്ള പിണറായി വിജയന്റെ നിരന്തരമുള്ള പ്രസ്താവന ചരിത്രം അറിയുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയും എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. കാരണം ലക്ഷണമൊത്ത RSS ഏജന്റാണ് പിണറായി വിജയൻ എന്നതാണ് വി.ഡി. സതീശൻ ആരോപിച്ചിരിക്കുന്നത്. 1977ൽ RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA പിണറായി വിജയനാണ് എന്ന് വി.ഡി. സതീശൻ ആരോപിക്കുന്നു. അങ്ങനെ മത്സരിച്ച് വിജയിച്ചെത്തിയത് പിണറായി വിജയനാണ്, വി.ഡി. സതീശനല്ല എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രവും പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചാരണ പരിപാടിയിൽ BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതിന്റെ ഫോട്ടോയും 1989ൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് CPM നേതാക്കളായ EMSും ജ്യോതി ബസുവും അദ്വാനിക്കും വാജ്പേയിക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഇട്ടുകൊണ്ടായിരുന്നു വി.ഡി. സതീശന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് എങ്ങനെയാണോ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ആരോപണം ഉന്നയിച്ചത് സമാനമായ നിലയിൽ തന്നെ തെളിവ് സഹിതം ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റിലൂടെയാണ് വി.ഡി. സതീശനും ഇതിന് മറുപടി നൽകിയത്. 1977ൽ RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA പിണറായി വിജയനാണെന്ന് വി.ഡി. സതീശൻ ആരോപിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയത് പിണറായി വിജയനാണ് എന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാറിനെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വി.ഡി. സതീശൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ BJPയുമായി ബന്ധമാർക്ക് എന്ന വിഷയത്തിൽ സമാനതകളില്ലാത്ത പോരാണ് ഇപ്പോൾ CPM നേതാക്കളും UDF നേതാക്കളും തമ്മിൽ നടത്തുന്നത്, കോൺഗ്രസ് നേതാക്കളും തമ്മിൽ നടക്കുന്നത്. അതിൽ മുഖാമുഖം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. ചരിത്രവും തെളിവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP ബന്ധമാർക്ക് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. വി.ഡി. സതീശനും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയമായി തന്നെ ഇത് മാറുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ ഇത് കണ്ടതാണ്. BJP ഡീൽ ആരോപണങ്ങളും ഒപ്പം തന്നെ BJP ബന്ധം ആർക്ക് എന്ന ചർച്ചയുമായിരുന്നു ആ തെരഞ്ഞെടുപ്പിലും ഏറ്റവും മുഴങ്ങിക്കേട്ടത്. ഇപ്പോൾ സമാനമായ നിലയിലേക്ക് തന്നെ ചർച്ചകൾ എത്തുകയാണ്. അതേസമയം BJP മൗനം പാലിക്കുന്നു ഒരു പരിധിവരെ ഈ വിഷയത്തിൽ എന്നത് നമുക്ക് കാണാം. ഈ ഘട്ടത്തിൽ ഇത് ആർക്കാണ് ഇത്തരം ചർച്ചകൾ ഗുണം ചെയ്യുക എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് സംസ്ഥാനത്ത് ഭരണം പിടിക്കുന്നതിന് വേണ്ടി ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇത് തുറന്നു കാട്ടാനാണ് BJP ഈ അവസരത്തിൽ ശ്രമിക്കുന്നത്. ഒരു സ്ത്രീക്കെതിരെയും
പറഞ്ഞുകൂടാത്ത ആരോപണമാണ് യു പ്രതിഭയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് നടത്തിയത്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശമായിരുന്നു അത്. ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെയെന്ന് യു പ്രതിഭ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ടില്ല എന്നതാണ് യു പ്രതിഭ ആരോപിക്കുന്നത്. അധിക്ഷേപ പരാമർശത്തിൽ യു പ്രതിഭയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ സംഭവം വിശദമായി പരിശോധിച്ചതാണ്. കായംകുളം UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചാലശ്ശേരിയുടെ പരാമർശമാണ് വലിയ വിവാദമായി മാറിയത്. കായംകുളത്ത് നടന്ന കൺവെൻഷനിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദിന്റെ വ്യക്തി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴകുകൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് യു പ്രതിഭ എന്നാണ് UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചാലശ്ശേരി വിമർശിച്ചത്, അല്ലെങ്കിൽ അവിടെ ആ വിവാദ പരാമർശം നടത്തിയത്. നമുക്ക് ആ പരാമർശം ഒന്നുകൂടി ഒന്ന് കേൾക്കാം. അവർ പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ വളരെ സംശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ CPM-ന്റെ പ്രചരണമാണ് എന്ന് മാത്രമല്ല അപാര വ്യക്തിത്വമുള്ള ആളാണ്, പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളെ തേജോവധം ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും തന്നെ പറയാൻ അറിയില്ല. അവരാരാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സ്വന്തം ജീവിതം, അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അതിൻ്റെ പശ്ചാത്തലമൊക്കെ അത്രമാത്രം ഉള്ള ഒരാളിനെ കുറിച്ച് പോലും നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് വേദിയിൽ പ്രസംഗിക്കാറുള്ളത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അപ്പോൾ ഈ പരാമർശമാണ് വലിയ രീതിയിൽ വിവാദമായത്. ഈ പരാമർശം പിൻവലിച്ച് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഇർഷാദ് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ പോലും ആ തെറ്റ് ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നില്ല പ്രതികരണം വന്നത്. എങ്കിൽ പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് പ്രതിഭ പറയുന്നത്. ഇതൊരു തരത്തിലും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ, അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതാണ് യു പ്രതിഭ പറഞ്ഞിരുന്നത്. ആ പരാതിയിൽ എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. UDF നേതാവായിരുന്ന ഇർഷാദിനെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമപ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു സ്ത്രീക്ക് നേരെയും അധിക്ഷേപ പരാമർശം നടത്തുന്നത് ഭൂഷണമല്ല. ആ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് വരണമെന്നും നിയമത്തിന്റെ വഴിക്കാണെന്നും യു പ്രതിഭ ഇതിൽ പ്രതികരിച്ചു. വ്യാപകമായി സൈബർ ആക്രമണം താൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതിഭ പറയുന്നു. സൈബർ ഇടത്തിൽ വ്യക്തിഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിഹത്യ നടത്തുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യു പ്രതിഭ പ്രതികരിച്ചു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന്, മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ വെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ വലിയ അധിക്ഷേപമാണ് അവർക്ക് കേൾക്കേണ്ടി വന്നത്. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, MLA ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ കാര്യം പറയണ്ട. അപ്പോൾ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പരാമർശം കേൾക്കുന്നു. അതിൽ നിയമ നടപടികളുമായി പോകുമ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കപ്പെടുകയാണ്. അതിനെതിരെയും നിയമ നടപടി എന്ന് പ്രതിഭ പറയുന്നു. ഇതൊരു മുന്നറിയിപ്പായി തന്നെ ഇതിനൊക്കെ നിൽക്കുന്നവർ കാണേണ്ടതാണ്. എന്തായാലും
തെരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരം ഒരു ആരോപണം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ പ്രചരണ വിഷയമായി തന്നെ മാറുകയാണ്, പ്രചരണ ആയുധമായി തന്നെ മാറുകയാണ്. LDF ആ രീതിയിൽ തന്നെ ഈ വിഷയം എല്ലാ വേദികളിലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ മാർച്ച് നടത്തി. വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയാണ്. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേയറ്റം തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പ്രതികരിച്ചു. വ്യക്തിഹത്യ പാടില്ല, പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അങ്ങനെ കാണുന്നത് തന്നെ മനോവൈകൃതമാണ് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കും. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിൽ. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചു. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കാം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇർഷാദിന്റേത് അധിക്ഷേപകരമായ പരാമർശം എന്ന് VD സതീശനും കുറ്റപ്പെടുത്തി. ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അതേസമയം തന്നെ ഇതിൽ നടപടിയെടുത്തു, ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് UDF നേതാക്കൾ. രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ ഉൾപ്പെടെ നിരവധി പേരെ CPM സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് എന്നതാണ് VD സതീശൻ ആരോപിച്ചത്. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ ഒരു വനിതയെ കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ A. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S. നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അപ്പോ ഞങ്ങൾ മാതൃകാപരമായ നടപടി എടുത്തു, പക്ഷേ അത് എടുക്കാത്തവരുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുക കൂടിയാണ് ഈ സന്ദർഭത്തിൽ VD സതീശൻ ചെയ്തിരിക്കുന്നത്. ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇർഷാദ് ചാലിശ്ശേരി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇർഷാദിന്റെ വിവാദ പരാമർശമുണ്ടായത് M. ലിജുവിന്റെ കൺവെൻഷനിലാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ്. അപ്പോൾ കായംകുളത്ത് സ്ഥാനാർത്ഥിയായ UDFന്റെ സ്ഥാനാർത്ഥിയായ M. ലിജുവും ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ജനാധിപത്യത്തിനും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമായി UDF നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനൊരിക്കലും ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിജുവും ഇതിൽ ഖേദപ്രകടനം നടത്തിയത്. ഇർഷാദിന്റെ പ്രതികരണത്തിൽ സമൂഹത്തോട് മുഴുവൻ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ലിജു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും ഒരു ശക്തമായ സന്ദേശമായി തന്നെ ഇത് മാറണം. ഈ അപവാദ പ്രചരണം നടത്തിയ, ആ രീതിയിൽ വിദ്വേഷകരമായ
സ്ത്രീയെ മോശപ്പെടുത്തുന്ന തരത്തിൽ ബോധപൂർവം തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് അതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ശക്തമായ പ്രതികരണവും നടപടിയും ഉണ്ടായി. അത് ആത്മാർത്ഥമായിരിക്കണം. ഇനി ഒരാളും അത്തരം പ്രവർത്തികൾ ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. ഈ മനോരോഗമുള്ളവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ചെയ്യേണ്ടത്. ശക്തമായ നിയമ നടപടിയും സ്വീകരിക്കണം. എന്തായാലും ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുകയാണ്. ആ നടപടികൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. കാരണം പൊതുരംഗത്തേക്ക് സ്ത്രീകൾ വരേണ്ടത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. അവരെ ആ രീതിയിൽ മുന്നോട്ട് വരുന്നവരെ ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുക, സ്ത്രീ വിരുദ്ധമായ അവരെ പരാമർശിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ഇതിൽ പ്രതിഭ സ്വീകരിച്ചിരിക്കുന്ന നടപടി, നിയമ നടപടി, മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല, നിയമ നടപടി സ്വീകരിക്കുമെന്നത് വളരെ ശക്തമായ നിലപാടാണ്. അതൊരു സന്ദേശം കൂടിയാണ്. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം 27ാം ദിവസമാണിന്ന്. എന്താണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്നത് വ്യക്തമല്ല. സമ്പൂർണ്ണ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആക്രമണങ്ങൾ തുടരുകയാണ്. എന്താണ് അമേരിക്കയുടെ നീക്കം എന്നതിലും അവ്യക്തതയുണ്ട്. ഇറാന്റെ തീരുമാനം ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഒന്നും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന വലിയ അനിശ്ചിതത്വം നമുക്കറിയാം. അതുപോലെ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സമാധാന നീക്കങ്ങൾ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് യുദ്ധം കടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്നതിന്റെ സൂചനകളും റിപ്പോർട്ടുകളും വരുന്നു. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നാവികസേനാ കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. സംയുക്ത ആക്രമണത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. സമാധാന പദ്ധതി അംഗീകരിക്കാൻ ട്രംപ് വലിയ സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്തുമ്പോൾ ഒരു ബദൽ പദ്ധതിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പരാജയം അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. ഈ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, ഈ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് ഇറാൻ ഒരു കീഴടങ്ങളുടെ വക്കിലെത്തുന്നു. ആ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണ് ട്രംപ് ആവർത്തിച്ച് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധഭീഷണി സമ്പൂർണ്ണമായും അവസാനിപ്പിച്ച് അമേരിക്കയിലെ വരുതിയിലാക്കുക എന്നതാണ് ഇറാന്റെ നീക്കം. അതിനായി അവർ ബദൽ പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവികസേന കമാൻഡർ അലി റസ തങ്സിരി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിന് പിന്നിലെ പ്രധാനിയാണ് അലി റസ എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട്. അതേസമയം അലി റസ കൊല്ലപ്പെട്ടെന്ന് ഇറാനോ സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 2018 മുതൽ കമാൻഡറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് അലി റസ തങ്സിരി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വധശ്രമങ്ങളിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ആദ്യം കൊല്ലപ്പെട്ട അലി ലാരജാനിയുടെ മരണം ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു. വലിയ അവകാശവാദങ്ങളാണ് അപ്പോഴും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം കൊന്നൊടുക്കിയതിനു ശേഷമാണ് ഒരു സമാധാന നീക്കത്തിലേക്ക് 48 മണിക്കൂർ സമയത്തെ ഒരു അന്ത്യശാസനത്തിനൊടുവിൽ ട്രംപ് എത്തിയത്. എന്നാൽ ഇറാൻ അതിന് കൈകൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. പിന്നീട് ട്രംപിന്റെ പല അവകാശവാദങ്ങളും തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അമേരിക്കയോട് തന്നെ ചർച്ച ചെയ്യുകയാണെന്നുള്ള പരിഹാസം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കണ്ടു. ഈ ഘട്ടങ്ങളിൽ ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം സമാധാന കരാറിനായി യാചിക്കുകയാണെന്നും യുദ്ധത്തിൽ അമേരിക്ക വിജയത്തിന്റെ പാതയിലാണ് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. റിപ്പബ്ലിക്കൻ നാഷണൽ കോൺഫറൻസ്
കോൺഗ്രഷണൽ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇറാന്റെ നില പരിഗണനയിലാണ് എന്ന സൂചന നൽകിക്കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. 8 യുദ്ധം താൻ അവസാനിപ്പിച്ചതാണ്, താൻ ഇറാനിലും വൻ വിജയം കൈവരിക്കുകയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ നേതാക്കൾ സമാധാന കരാറിനായി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജനങ്ങൾ തങ്ങളെ വധിക്കുമോ എന്ന ഭയത്താലാണ്, അമേരിക്കയോടുള്ള പേടി മൂലവുമൊക്കെയാണ് അവർ അത് പുറത്തു പറയാത്തതെന്നാണ് ട്രംപ് പറയുന്നത്. ലോകത്തൊരു ഭരണാധികാരിയും ആഗ്രഹിക്കാത്ത അത്രയും സമ്മർദ്ദത്തിലാണ് ഇറാൻ തലവനെന്ന് ട്രംപ് പറയുന്നു. തോൽവി സമ്മതിക്കുക അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നേരിടുക എന്ന മുന്നറിയിപ്പാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാന് നൽകുന്നത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതിന് ഉദാഹരണമായി ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. തങ്ങളുടെ രാജ്യം സൈനികമായി പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്തുമെന്ന് പറയുന്നത് വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റാണ്. പ്രസിഡന്റ് ട്രംപ് വെറുതെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല, നരകതുല്യമായ പ്രത്യാഘാതങ്ങൾ അഴിച്ചുവിടാൻ ട്രംപ് തയ്യാറെടുക്കും എന്നതൊക്കെയാണ് ലെവിറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ ഇനി ഒരു തെറ്റായ കണക്കുകൂട്ടലിന് മുതിരരുത്, അത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലെവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറുതെയാണ്, കൂടുതൽ ആയുധ സന്നാഹങ്ങളും സേനാ സന്നാഹങ്ങളും ഒരുക്കാനാണ് അമേരിക്കൻ നീക്കമെന്ന് പറയുന്നത് ഇറാനാണ്. അതിന് സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ലെവിറ്റിന്റെയൊക്കെ ഭാഗത്തു നിന്ന്, വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം ഉൾക്കൊള്ളാൻ ഇറാൻ പരാജയപ്പെട്ടാൽ തങ്ങൾ സൈനികമായി പരാജയപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഉറപ്പാക്കും എന്നാണ് ലെവിറ്റ് ഭീഷണി മുഴക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഭാഗത്ത് അവകാശവാദങ്ങൾ നടത്തുന്നു ട്രംപ്, ഇതുപോലെയുള്ള ഭീഷണികൾ വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തുവരുന്നു. അതേസമയം ഒരു സമാധാന കരാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും വിചിത്രമായ പ്രസ്താവനകളും ഒക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് കൂടിയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നെ ക്ഷണിച്ചിരുന്നു എന്ന വിചിത്ര അവകാശവാദമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫണ്ട് റൈസർ പരിപാടിയിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം. ക്ഷണം താൻ നിരസിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങളെ അടുത്ത പരമോന്നത നേതാവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു, ഞാൻ അത് വേണ്ട, നന്ദി എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ആർക്കും വ്യക്തമാകുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം ഇറാനിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷേ വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമാണ്. ഇതൊക്കെ ട്രംപിന്റെ പിടിവിട്ടുപോയോ കാര്യങ്ങൾ എന്നതിൻ്റെ സൂചനകളാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും നമുക്കറിയാം, പല ഘട്ടത്തിൽ പല കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് ട്രംപ്. ട്രംപ് ഇല്ലാ കഥകൾ പറയുന്ന വ്യക്തിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ട് ഏതാണ്ട് 60ഓളം തവണ അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചതാണ്. നമ്മുടെ പാർലമെന്റിൽ ഉൾപ്പെടെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ പോലും ട്രംപ് ആ അവകാശവാദം 60ലധികം തവണ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. സമാനമായ നിലയിൽ വിചിത്രവും പരസ്പര വിരുദ്ധവുമായ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചകൾക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇറാൻ. ഇസ്രയേലിലെയും പശ്ചിമേഷ്യയിലെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. തങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിലെ ഹൈഫ, ഡിമോണ എന്നിവയുൾപ്പെടെ 70ലധികം കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെടുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെയും കടുത്ത ആക്രമണം ഉണ്ടായി എന്നതാണ് അവരുടെ അവകാശവാദം. UAEയിൽ ഒരു ദാരുണമായ സംഭവമുണ്ടായി. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 2 മരണം ഇന്നുണ്ടായി. അബുദാബി സൈഹാൻ സ്ട്രീറ്റിൽ പ്രതിരോധ സേന തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് മരണം. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. പുലർച്ചെ മുതലുണ്ടായ മിസൈൽ ഡ്രോൺ ഭീഷണികളെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ജോർദാനിലെ അൽ അസ്രഖ്, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ, കുവൈറ്റിലെ അലി അൽ സലേം തുടങ്ങിയ ബേസുകൾ, അമേരിക്കൻ ബേസുകൾ ലക്ഷ്യമിട്ടതായും ഇറാൻ അറിയിക്കുന്നുണ്ട്. ചബഹാറിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-18 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും അമേരിക്ക അത് നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാൻ പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെ നൽകുകയാണ്. ഇറാൻ നിരവധി ഒരു ഉപാധിയും അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയാണ്
5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പുവൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ. എന്തായാലും ചില താൽപര്യങ്ങളോടെ പാകിസ്ഥാൻ മധ്യസ്ഥ ചർച്ചകളിൽ ഇടപെടുന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇസ്രയേലുമായി ചേർന്ന് US ഇറാനെതിരെ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അപ്രതീക്ഷിതമായാണ് ഒരു മധ്യസ്ഥന്റെ വേഷമണിഞ്ഞ് പാകിസ്ഥാൻ രംഗത്തെത്തുന്നത്. താലിബാനുമായി അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുമ്പോഴും ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ തിടുക്കത്തിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് കരുതുന്നത്. അത് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും രാജ്യാന്തര തലത്തിലുള്ള പ്രസക്തി നിലനിർത്താനുള്ള തന്ത്രപരമായ താൽപര്യങ്ങളും ഒക്കെയാണ് പാകിസ്ഥാനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും സസൂക്ഷ്മം ഈ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യ ഒരു തരത്തിലും മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കില്ല എന്ന കാര്യം വ്യക്തമാക്കി എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഇടപെടലുകൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ എന്തായാലും ഒരു മധ്യസ്ഥന്റെ റോൾ സ്വീകരിക്കില്ല. അതേസമയം ഇന്ത്യ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സന്ദേശം നൽകുന്നുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ തുടരുന്നുമുണ്ട്. ഒരു വശത്ത് സമാധാന നീക്കം നടക്കുമ്പോഴും ആക്രമണം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക. നയതന്ത്ര ശ്രമങ്ങളുടെ മറവിൽ ആക്രമണത്തിനുള്ള സമയമെടുക്കുകയാണ് US എന്ന ഇറാന്റെ വിമർശനം ശരിവെക്കുന്ന വിധത്തിലാണ് ഈ പുതിയ സൈനിക വിന്യാസമൊക്കെ നടക്കുന്നത്. 2000 സൈനികരാണ് പശ്ചിമേഷ്യയിൽ പുതുതായി എത്തുന്നത് എന്ന വിവരമുണ്ട്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സിൽ നിന്നുള്ള സൈനികരെയാണ് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അയക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ സൈനികരെ അയക്കുമെന്നാണ് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 4500 മറൈൻ സൈനികർ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം 50,000 സൈനികർ പെന്റഗൺ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഈ സൈനിക നീക്കത്തിനായി പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. ചർച്ചയുടെ സാധ്യതകൾ പൂർണ്ണമായും തള്ളി ഇറാനും കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. അമേരിക്കയെ കരയുദ്ധത്തിലേക്ക് തള്ളിവിട്ടാൽ യഥാർത്ഥ കരുത്ത് കാണിക്കാൻ പറ്റും എന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. 26 ദിവസത്തെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം നേരിട്ട ഇറാനെ സംബന്ധിച്ച് ഇതിലും ഫലപ്രദമായി കരയുദ്ധം നേരിടാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് ഉള്ളത്. യുദ്ധ ആശങ്ക വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സാഹചര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താകും ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ട്രംപ് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയാണോ? ഈ 5 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം കരയുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കകളാണ് അവിടെ നിലനിൽക്കുന്നത്. കേരളത്തിൽ എന്തായാലും കനത്ത ചൂട് തുടരുന്ന സാഹചര്യമാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പ്. കൊല്ലത്തും കോട്ടയത്തും പാലക്കാട് ജില്ലകളിലുമാണ് ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നത്. ഈ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അതാണ് ഏക ആശ്വാസമായി ഉള്ളത്. എന്തായാലും എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളെന്ന് നോക്കിയാൽ, ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ പൊതുജനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. 11 മുതൽ 3 വരെയുള്ള സമയം നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ്
സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. വെള്ളം കയ്യിൽ കരുതണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം. ORS, ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖര നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർക്കും ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നതൊക്കെയാണ് മുന്നറിയിപ്പായി പറയുന്നത്. അപ്പോൾ ചൂട് വല്ലാണ്ട് കടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ആരോഗ്യം സംരക്ഷിക്കണം, സുരക്ഷ ഉറപ്പാക്കണം. ഇതിന് ഈ മുൻകരുതലുകൾ കൃത്യമായി ഫോളോ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം.